ഹലോ എല്ലാവർക്കും കേസ് ക്രിയേറ്റീവിലെ പുതിയ റിവ്യൂസ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇന്നൊരു ഫ്ലാഷ് ലൈറ്റ് സർക്യൂട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ന്യൂ ഇയർ ആയിട്ട് നമ്മുടെ ഇന്ന് ആദ്യത്തെ വീഡിയോ ആണ്. എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലും എല്ലാം. അപ്പോൾ നമ്മൾ നമ്മുടെ വർക്ക്ഷോപ്പിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സൈക്കിൾ ടയർ ലൈറ്റ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് 1M റെസിസ്റ്റർ വേണം, 100 NFൻ്റെ ഒരു കപ്പാസിറ്റർ വേണം, പിന്നെ 1 UF 63V കപ്പാസിറ്റർ നമുക്ക് വേണം. പിന്നെ എന്ന് പറയുമ്പോൾ NE555 ടൈമർ എന്ന് പറഞ്ഞാൽ ഈ ചിപ്പ് നമുക്ക് വേണം. ഇത് 2 എണ്ണം വേണം. പിന്നെ നമ്മൾ 4 LED ബൾബാണ് എടുത്തേക്കണത്. ഇത് 2 എണ്ണം റെഡും 2 എണ്ണം ബ്ലൂവും ആണ്. പിന്നെ നമുക്കൊരു സ്വിച്ച് വേണം. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി. പിന്നെ നമുക്ക് ബാറ്ററി 9 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് നമ്മൾ എടുത്തത്. ഇതാണ് നമുക്ക് വേണ്ടത്. പിന്നെ ബാറ്ററി ക്ലിപ്പാണ് എടുത്തത്. ഇതുള്ളതുകൊണ്ടാണ് നമ്മൾ സ്വിച്ച് ഓപ്ഷണലാന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഈ സൈക്കിൾ ലൈറ്റ് ഉണ്ടാക്കണമെന്ന് നോക്കാം. കൂടുതലായിട്ട് വിശദീകരണം ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഈ ടൈമറിലെ പിന്നുകളെ ഒന്ന് പരിചയപ്പെടാം. ഇതിവിടെ ഇച്ചിരിയായിട്ട് പൊട്ടിയ പോലെ ഉണ്ട്, അതിനെ നോച്ച് എന്നാണ് പറയുക. അതിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഫസ്റ്റ് വന്നേക്കുന്നതാണ് 1 എന്ന് പറയുന്ന പിന്ന്, പിന്നെ 2, 3, 4, പിന്നെ നേരെ ഇപ്പുറത്ത് 5, 6, 7, 8. 1ൻ്റെ നേരെ 8 ആയിരിക്കും, 2ൻ്റെ നേരെ 7, 3ൻ്റെ നേരെ 6, 4ൻ്റെ നേരെ 5 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ 2ാമത്തെ പിന്നും ഈ 6ാമത്തെ പിന്ന് നമ്മൾ കണക്ട് ചെയ്യാണ്. അതായത് നമ്മൾ സാധാ വയറാണ് ഉപയോഗിക്കുന്നത്. നമുക്കപ്പോൾ സോൾഡർ ചെയ്യാം. നമ്മൾ 2ാമത്തെയും 4ാമത്തെയും പിന്നുകൾ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകും. അതായത് നമ്മൾ 2ാമത്തെയും 3ാമത്തെയും പിന്നുകൾ തമ്മിൽ കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മളിത് നമ്മുടെ 1M റെസിസ്റ്റർ ഇങ്ങനത്തെ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് 2ാമത്തെയും 3ാമത്തെ പിന്നിലോട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ തന്നെ അടുത്ത ചിപ്പ് ഉണ്ടാവുമല്ലോ, അത് സെയിം പ്രോസസ്സ് തന്നെ അടുത്ത ചിപ്പിലും ചെയ്യണം. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ നേരത്തെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ 1ാമത്തെ പിന്നും 8ാമത്തെ പിന്നും തമ്മിൽ ഇതിങ്ങനെ യോജിപ്പിക്കേണ്ടതാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ അപ്പോൾ നമ്മൾ ഫ്ലിപ്പ് ചെയ്തിട്ട് ഈ 2 കമ്പികൾ ഇങ്ങനെ വളച്ച് വെച്ചിട്ട് അത് നമ്മൾ സോൾഡർ ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് സോൾഡർ ചെയ്യാം. നമ്മൾ സോൾഡർ ചെയ്യുകയാണ്. ഒരു സൈഡ് സോൾഡർ ചെയ്തിട്ടുണ്ട്. നമ്മൾ അടുത്ത സൈഡും കൂടി ചെയ്യാണ്. ഇപ്പോൾ നമ്മൾ അടുത്ത സൈഡും കൂടി ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 100 NFൻ്റെ ഈ കപ്പാസിറ്റർ നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് പിന്നും സെക്കൻഡ് പിന്നായിട്ട് കണക്ട് ചെയ്യണം. ഒരു UFൻ്റെ കപ്പാസിറ്റർ എടുത്തിട്ടുണ്ട്. നമ്മളിത് ഈ 2 പിന്നുകളിലായിട്ട് അത് സോൾഡർ ചെയ്ത് കൊടുക്കുക. നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ലൈറ്റ് ബൾബാണ്. അപ്പോൾ ഇത് നമുക്ക് നീക്കി വയ്ക്കാം. നമ്മൾ ആദ്യം തന്നെ 2 നീല ബൾബ് എടുത്തേക്കാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പോസിറ്റീവ് ഏതാ നെഗറ്റീവ് എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ബാറ്ററിയിൽ വെച്ച് വെക്കുകയാണ്. അപ്പോൾ ഇതാണ് ബാറ്ററിയുടെ പോസിറ്റീവ് എന്ന് പറയുന്നത്, ഈ വശം ബാറ്ററിയുടെ നെഗറ്റീവ്. അപ്പോൾ ഇത് കൃത്യമായിട്ടാണ് വെക്കണമെങ്കിൽ നമ്മുടെ ലൈറ്റ് കത്തും. അത് നമ്മൾ കത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ബൾബിൻ്റെ ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവാണ്. അപ്പോൾ നമ്മൾ ഈ നെഗറ്റീവിൻ്റെ കൃത്യം പകുതിയായിട്ട് വെച്ച് മടക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. നമ്മൾ കട്ട് ചെയ്ത് മാറ്റി എന്നിട്ട് നമുക്കത് ഈ സൈഡിലേക്ക് ബെൻഡ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ തന്നെ നമ്മൾ അടുത്ത ബൾബ് എടുക്കുക. എന്നിട്ട്
ഇതേത് ചെയ്യുക, നമ്മൾ ടെസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഇത്തവണ നെഗറ്റീവ് പകുതിയാക്കുന്നതിന് പകരം നമ്മൾ പോസിറ്റീവിൻ്റെ കമ്പി പകുതിയാക്കിയിട്ട് കട്ട് ചെയ്യുക, സോൾഡർ ചെയ്യുക. അതായത് ഇത് നെഗറ്റീവാണ്, ഇതിൻ്റെ പകുതിയുള്ളത് പോസിറ്റീവാണ്. പോസിറ്റീവും നെഗറ്റീവും കൂടി യോജിപ്പിച്ച് കൊടുക്കാൻ നോക്കുക. ഇതേ സംഭവം തന്നെ അതുപോലെ തന്നെ നമ്മൾ റെഡും ചെയ്തിട്ടുണ്ട്. ഇനി ഏത് കളറാണ് ആദ്യം വേണ്ടത് നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഇതിങ്ങനെ നമ്മളിവിടെ ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ നെഗറ്റീവ് വരാൻ പാകത്തിന് വളച്ചെടുക്കുക ഇതുപോലെ. എന്നിട്ട് നമ്മൾ സോൾഡർ ചെയ്ത് പിടിപ്പിക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ സോൾഡർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ സോൾഡർ ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ ഇരിക്കും. അപ്പോൾ ഇനി ഇത് നമ്മുടെ സർക്യൂട്ടായിട്ട് വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്ക് എങ്ങനെ വെക്കണം നോക്കാം. അപ്പോൾ നമ്മുടെ LED ഈ സർക്യൂട്ടിലോട്ട് വെച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ആദ്യത്തെ ഇത് നമ്മുടെ ആദ്യത്തെ IC-യുടെ രണ്ടാമത്തെ പിന്നുമായിട്ട് കണക്ട് ചെയ്യണം. ഇനി രണ്ടാമത്തെ IC-യുടെ മൂന്നാമത്തെ പിന്നുമായിട്ട് നമ്മളിത് സോൾഡർ ചെയ്ത് വയ്ക്കുക. രണ്ട് ഒരേ ലെങ്ത്തിലുള്ള രണ്ട് കളറുള്ള ബ്ലാക്കും റെഡിലുള്ള വയറുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ബ്ലാക്ക് സർക്യൂട്ടുള്ള ഭാഗത്ത് ഇവിടെ കൃത്യം നടുക്കായിട്ട് സോൾഡർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ബ്ലാക്ക് സോൾഡർ ചെയ്യുന്നുണ്ട്, നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി റെഡ് ഇപ്പുറത്തെ സൈഡിൽ അതുപോലെ തന്നെ സോൾഡർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ബാറ്ററി എടുക്കുകയാണ്. നമ്മുടെ ബാറ്ററി ക്ലിപ്പ് ഇടുകയാണ്. ഇനി എന്നിട്ട് റെഡുമേ ബ്ലാക്കുമേ സോൾഡർ ചെയ്ത് വെക്കും. അപ്പോൾ നമുക്ക് റെഡിലും ബ്ലാക്കിലും ആയിട്ട് നമുക്ക് പിരിച്ചു കൊടുക്കാം. അതിന് മുമ്പ് നിങ്ങൾക്ക് സ്വിച്ച് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടെ ഇതിങ്ങനെയായിട്ട് ഈ വയർ ഇവിടെ വരാനും ഈ വയർ ഇവിടെ വരാനും പാകത്തിന് സോൾഡർ ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ഇപ്പുറത്തായാലും കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ഞാൻ സ്വിച്ച് ആഡ് ചെയ്യണില്ല. ഇപ്പോൾ നിങ്ങൾക്ക് സോൾഡർ ചെയ്തിട്ട് ഞങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ലൈറ്റ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണാവുന്നതാണ്. മാറി കത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളിതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇങ്ങനത്തെ വീഡിയോകളൊക്കെ പുതിയതായിട്ട് കിട്ടാൻ വേണ്ടി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.